ഹലോ എവരിവൺ. തെറ്റുപറ്റുന്നത് സ്വാഭാവികമാണ്, പക്ഷേ ക്ഷമിക്കുന്നത് ദൈവീകമാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചൊല്ലാണിതല്ലേ. പലപ്പോഴും ഫൊർഗീവ്നെസ് അഥവാ ക്ഷമിക്കുക എന്ന് പറയുന്നത് ആ ഒരു ആശയത്തെ അല്ല ആ ഒരു കാര്യത്തെ ഇന്നും യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കൊക്കെ ഈ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് അല്ലെ ക്ഷമിക്കുക, ഒരാളോട് നമ്മളെ വേദനിപ്പിച്ച അല്ലെ മുറിവേൽപ്പിച്ച ഒരു വ്യക്തിയോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് തികച്ചും അതൊരു വീക്കായിട്ടുള്ള കാര്യമാണ്. അതായത് അങ്ങനെ ചെയ്യുന്ന വ്യക്തി തീരെ ഒരു വില കുറഞ്ഞ വ്യക്തിയാണ്. ഞാൻ ഒരാളോട് ക്ഷമിച്ചാൽ എനിക്ക് തീരെ വിലയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ തീരെ കഴിവില്ലാത്ത ഒരാളായതുകൊണ്ടോ ആണ് ക്ഷമിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഈ ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് ഒരുപാട് പവറുണ്ട്. നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, നമ്മുടെ ലൈഫിൻ്റെ പുരോഗതിക്ക് ഈ ഒരു ആശയത്തിനാണ് ഫൊർഗീവ്നെസ്സിന് ഏറ്റവും അധികം പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. ചിലരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ആ വ്യക്തിയോട്, എന്നെ വേദനിപ്പിച്ച മുറിവേൽപ്പിച്ച ആ വ്യക്തിയോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല എന്ന്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മളോട് ആരെങ്കിലും ചില സന്ദർഭങ്ങളിൽ അല്ല മനഃപൂർവ്വം എന്തോ ആയിക്കോട്ടെ നമ്മളോട് മോശമായിട്ട് പെരുമാറി നമ്മൾ ആ വ്യക്തിയോട് ക്ഷമിക്കുകയില്ല എന്നുള്ള ആ ഒരു ഗ്രഡ്ജസ്, ഒരു പക നമ്മളുടെ ഉള്ളിൽ ആ ഒരു വിഷമവും ദേഷ്യമൊക്കെ വെച്ചുകൊണ്ട് നടന്നാൽ ആ വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നതായിട്ടോ അല്ലെ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പകരം ആ ഒരു വിഷമം ഉള്ളിൽ കൊണ്ടു നടന്നല്ല ആ ഒരു സങ്കടവും ദേഷ്യവും നിരാശയും ഒക്കെ ബാധിക്കുന്ന ആരെയാണ്? നമ്മളെയാണ്. ഇനി അഥവാ ചിലവർ പറയും, എനിക്ക് ആ ഒരു പക എൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉയരാൻ എനിക്കതൊരു മോട്ടിവേഷനാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തരുന്ന ഒരു കാര്യമാണ് മറ്റൊരാളോടുള്ള ദേഷ്യമെങ്കിൽ അത് നിങ്ങളുടെ പുരോഗതിക്ക് ഉതകുന്നെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ പറയുകയുള്ളൂ. കാരണം എത്രയധികം നമ്മൾ ഈ ഫൊർഗീവ്നെസ് എന്നുള്ളൊരു ആശയം അല്ലെങ്കിൽ ആ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്നു അത്രമാത്രം നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ, നല്ല നല്ല മാറ്റങ്ങളും നമ്മുടെ ഗ്രോത്തിനും മാത്രമേ ഉപകരിക്കൂ. എന്തുകൊണ്ടാണ് നമുക്കൊരാളോട് ക്ഷമിക്കാൻ പറഞ്ഞാൽ, അവർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ മനഃപൂർവ്വമോ അല്ലാതെയോ ചെയ്ത ഒരു കാര്യത്തിന് ക്ഷമിക്കാൻ പറഞ്ഞാൽ ഇത്രമാത്രം ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് അതിൻ്റെ പിന്നിലെ കാര്യമെന്ന്? പല കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. കാരണം നമ്മൾ ഒരുപാട് വിശ്വസിച്ച ഒരാൾ നമ്മളോട് ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായതാകാം. അപ്പോൾ അവിടെ വരുമ്പോൾ അവിടെ ആ വ്യക്തിയിലുള്ള ട്രസ്റ്റ് അല്ലെ വിശ്വാസം നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു. ഒരിക്കലും നമ്മൾ ആ വ്യക്തി എന്നോട് ഇങ്ങനെ പെരുമാറില്ല എന്ന് കരുതുമ്പോൾ അവിടെ അവരത് ബ്രേക്ക് ചെയ്യുമ്പോൾ അവരിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടാം. പിന്നീട് എന്തൊക്കെ നമുക്ക് ഒരുപാട് ഇമോഷൻസ് വരും അല്ലേ? ആ വ്യക്തി നമ്മളോട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ക്ഷമിക്കാൻ മേലാത്ത ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് തോന്നുന്നത്? ദേഷ്യം വരാം, നിരാശ വരാം, ആ വ്യക്തിയോട് പക വരാം, സങ്കടം വരാം, ഒരുപാട് ആകുലതകളും വിഷമതകളും, ഇങ്ങനെ ഒരുപാട് ഇമോഷൻസ് ഒരേ സമയം നമ്മുടെ ഉള്ളിൽ വന്ന് തിങ്ങി നിറയുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ചിന്തകളും പ്രശ്നങ്ങളും കടന്നു പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരാളോട് ക്ഷമിക്കുക, ഫൊർഗീവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഹാർഡായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നത്. ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് ആക്ച്വലി അത് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നി എനിക്കൊരു മാറ്റം, എൻ്റെ ലൈഫിൽ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഞാൻ ആ ഒരു വ്യക്തിയോട് ക്ഷമിക്കുന്നത് എന്ന രീതിയിലേക്ക് മാറുമ്പോൾ മാത്രമേ ഈ ഫൊർഗീവ്നെസ് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് എത്തുകയുള്ളൂ. അല്ലാതെ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ചിട്ട് എനിക്കെന്ത് പ്രയോജനം എന്ന് പലരും ചോദിക്കാറ്. ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ചാൽ എനിക്കെന്ത് പ്രയോജനം, അല്ലെ ആ വ്യക്തിയോട് ഞാൻ ഉള്ളിലുള്ള ആ ദേഷ്യം മാറ്റി വെച്ചാൽ എന്താ പ്രയോജനം എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാൻ ഇതേ ഉള്ളൂ, പ്രയോജനം നമുക്ക് മാത്രമാണ്, ആ വ്യക്തിക്കല്ല. ഇനിയും ഏതൊക്കെ തരത്തിലാണ് ഈ ഫൊർഗീവ്നെസ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. പൊതുവെ 2 തരത്തിലാണ് ഫൊർഗീവ്നെസ്സിനെ തിരിച്ചേക്കുന്നത്. ഒന്നാമത്തേത് ഡിസിഷണൽ ഫൊർഗീവ്നെസ് എന്ന് പറയും. പേര് തന്നെയുണ്ട്. നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, എന്നോട് എന്തെങ്കിലും ദേഷ്യം കാണിച്ചല്ല ഞാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറിയ വ്യക്തിയോട് ആ വ്യക്തി ചെയ്ത ആ കാര്യത്തിൽ എൻ്റെ ഉള്ളിലുണ്ടായ വേദനകളും വിഷമതകളും ആ നീരസവും ദേഷ്യവും ഒക്കെ ഞാൻ അങ്ങ് മറക്കാൻ ശ്രമിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. നമ്മൾ പലരും ചെയ്യുന്ന അതാണ് അല്ലേ, കഴിഞ്ഞ കാര്യങ്ങളാണെന്ന് കരുതി എൻ്റെ ജീവിതം മുമ്പോട്ട് തന്നെ പോകേണ്ടതാണ് എന്ന് കരുതി ആ ഒരു കാര്യത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മളങ്ങ് മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കി കളയുന്നു. അതാണ് ഡിസിഷണൽ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇമോഷണൽ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നെഗറ്റീവായിട്ട് നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ആ വ്യക്തിയോടുള്ളതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തു മാറ്റിയതിന് ശേഷം അവിടെ സിമ്പതിയും കമ്പാഷനും ഒക്കെ കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്നതാണ് ഇമോഷണൽ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. കൂടുതലും നമുക്ക് മനസ്സിനായാലും കൂടുതൽ ഫ്രീ ആക്കാൻ, ഒരു ശാന്തിയും സമാധാനവും ഒക്കെ കൊണ്ടുവരാനും കുറച്ചുകൂടെ നല്ല എഫക്റ്റീവായിട്ടുള്ളത് ഈ ഇമോഷണൽ ഫൊർഗീവ്നെസ് ആണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ഫൊർഗീവ്നെസ്
ഫോർഗീവ്നെസ് ആണെങ്കിലും എന്ത് തന്നെയാണ് പ്രധാനം? നമ്മളുടെ ഡിസിഷൻ. ഞാൻ അവരോട് ക്ഷമിക്കണം എന്നുള്ള ഒരു തീരുമാനം നമ്മുടെ ഉള്ളിൽ എടുക്കുകയും ചെയ്യണം. അതോടൊപ്പം അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നത് നമുക്കാണെന്നുള്ള തിരിച്ചറിവും നമുക്ക് ഉണ്ടാകണം. ഇനി എന്തൊക്കെയാണ് ഈ ഫോർഗീവ്നെസ് എന്ന് പറയുന്ന കാര്യം? നമ്മൾ ഒരാളോട് ക്ഷമിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. വൈ ഷുഡ് ഐ ഫോർഗീവ്? ഫോർഗീവ്നെസ് ഫ്രീസ് യു. നിങ്ങളെ ഫ്രീ ആക്കാൻ ഫോർഗീവ്നെസ്സിന് സാധിക്കും. എങ്ങനെയാണ് നമ്മളെ ഫ്രീ ആക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അത് സാധിക്കുമെന്ന് നോക്കാം. നമ്മൾ ആരോടെങ്കിലും ദേഷ്യമോ പകയോ ഉണ്ടെങ്കിൽ എന്താണ്, നമ്മളുടെ ഫുൾ എനർജിയും നമ്മളുടെ ഇമോഷൻസും എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു കാര്യത്തിലായിരിക്കും, അല്ലെ ആ ഒരു സിറ്റുവേഷൻ, ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഒരു പ്രത്യേക വ്യക്തി നമ്മളോട് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഉള്ള വാക്കുകൾ പറയുകയോ മോശമായിട്ട് പെരുമാറുകയോ ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ നമ്മളുടെ എല്ലാ എനർജിയും നമ്മൾ അവിടേക്കാണ്. അതും ആ എനർജി ഏതായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇമോഷൻ ആയാലും എന്തായിരിക്കും? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള ഇമോഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ക്ഷമ എന്നുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ എനർജി പോകുന്നതും അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് കൊണ്ടുപോകുന്നതും കുറച്ചുകൊണ്ട് നമുക്ക് പോസിറ്റീവായ കാര്യങ്ങളിലേക്ക്, നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട്, അതുപോലെ നല്ല ഇമോഷൻസിലേക്കൊക്കെയും ഈ എനർജിയെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഈ ഫോർഗീവ്നെസ് നമ്മളെ സഹായിക്കും. ഹെൽപ്സ് യുവർ ഹെൽത്ത്. നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ രോഗങ്ങൾ വരാതിരിക്കാനൊക്കെയും നമ്മൾ ഈ ക്ഷമ പഠിക്കുന്നത് കൊണ്ട് സാധിക്കും. എന്തുകൊണ്ടാണ്? കാരണം ഈ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു കഴിയുമ്പോൾ ദേഷ്യം, സങ്കടം, അതുപോലെ തന്നെ ഡിപ്രഷൻ, ഇങ്ങനെയുള്ള സ്ട്രെസ്സ് കൂടി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും, അല്ലേ? ഹാർട്ട് റേറ്റ് കൂടും, അതുപോലെ ഒരുപാട് രോഗാവസ്ഥയിലേക്ക് നമ്മളുടെ ശരീരം പോകുന്നതിന് കാരണമായിട്ട് ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കാരണമായിട്ട് മാറും. അപ്പം നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം. എന്ത് ചെയ്യണം? പക അല്ലെ വിദ്വേഷം മനസ്സിൽ വെച്ച് പുലർത്തുന്നത് കുറച്ച് കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെ നന്നായി ജീവിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിനൊരു സമാധാനം കൊണ്ടു തരാനായിട്ട് ഈ ക്ഷമിക്കുന്നതിലൂടെ സാധിക്കും. നമ്മളൊക്കെ സമാധാനം തേടിയിട്ടുള്ള യാത്രയിലാണ്, അല്ലെ? എന്തൊക്കെ നേടം, പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ സൗകര്യങ്ങൾ, ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്ത്? ഒരു മനസ്സമാധാനം എന്ന് പറയുന്നല്ലേ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഉള്ളിൽ പക വെച്ച് പുലർത്തിയാൽ നമുക്ക് ഒരിക്കലും കിട്ടാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ മനസ്സമാധാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ക്ഷമിച്ച് കഴിയുമ്പോൾ, അല്ലെ ആ ഒരു നമുക്ക് ദേഷ്യമുള്ള ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിച്ച് കഴിയുമ്പോൾ എന്താണ്? റിലേഷൻഷിപ്പിന് വലിയ കോട്ടം തട്ടാതെ, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രശ്നം വരാതിരിക്കാൻ അത് നമ്മളെ സഹായിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നല്ല ദേഷ്യമുള്ള ഒരാൾ, ആ വ്യക്തിയുടെ ആ ദേഷ്യം നിങ്ങൾക്കുള്ളിലുണ്ടെങ്കിൽ അവരെ നേരിട്ട് കാണുമ്പോൾ നിങ്ങളുടെ മുഖഭാവവും പ്രവൃത്തിയും ഒക്കെ എന്തായിരിക്കും? ആ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഒരിക്കലും ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാൻ സാധിക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിച്ചു, അവർ ചെയ്തതിനെ ഒന്ന് നിങ്ങൾ ആ സിറ്റുവേഷനെല്ലാം നിങ്ങൾ മറന്നെങ്കിൽ ആ വ്യക്തിയോട് ചിലപ്പോൾ ആ റിലേഷൻ പഴയപടി ആക്കാനോ പഴയതുപോലെ സംസാരിക്കാനോ നിങ്ങൾ വിശ്വസിച്ച വ്യക്തിയോട് നിങ്ങൾക്ക് സാധിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ കാണുമ്പോഴുള്ള നിങ്ങളുടെ ആ എക്സ്പ്രഷനും നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെയും അവർക്കും നിങ്ങളുടെ പക ഉള്ളിലുണ്ട് എന്ന് തോന്നാത്ത രീതിയിലായിരിക്കും. അപ്പോൾ ആ റിലേഷന് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാനായിട്ട് ഈ ഫോർഗീവ്നെസ് കൊണ്ട് സാധിക്കും. അപ്പോൾ ക്ഷമിക്കണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് തീർച്ചയായും ഒരു പേഴ്സണൽ ചോയ്സ് തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ റിലീജിയൻസ്, ഏത് മതമാണെങ്കിലും നമ്മൾ എടുത്തു നോക്കി അവിടെ എല്ലാം പറയുന്ന ഒരു കാര്യമാണ് എന്ത്? മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന്. എന്തുകൊണ്ടാണ് ഈ ക്ഷമിക്കുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അധികം പ്രാധാന്യം എപ്പോഴും നമ്മളിലേക്ക് തന്നെയാണ്, നമ്മളുടേതായിട്ടുള്ള വളർച്ചയ്ക്ക്. എല്ലാ മതങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ വിശ്വാസങ്ങളിലും എല്ലാം മനുഷ്യരുടെ പുരോഗതിയും അവരുടെ നന്മയുമാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഈ ക്ഷമ എന്നുള്ള പാഠം നമ്മൾ ജീവിതത്തിൽ പഠിക്കണം, പ്രാവർത്തിക്കണം. അല്പം ഡിഫിക്കൽട്ടാണ്, എനിക്കറിയാം. ഞാൻ ഈ പറയുന്നത് പോലെ എളുപ്പമല്ല ഈ ക്ഷമിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും നമ്മൾ ഒരുപാട് വിശ്വസിച്ച് നമ്മുടെ ഹൃദയത്തിനേറ്റ മുറിവ് ആണ് ഒരാളുടെ പ്രവൃത്തിയെങ്കിൽ അവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ ആ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാനായിട്ട് പതിയെ ആണെങ്കിലും നമുക്ക് ആ വ്യക്തിയോടുള്ള പക കുറയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഫലം ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയും സന്തോഷവും സമാധാനവും ഒക്കെയും വരുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലല്ല, നമ്മുടെ ജീവിതത്തിലാണ്. ആ ഒരു തിരിച്ചറിവോടെ മുമ്പോട്ട് പോയാൽ നമുക്ക് ശ്രമിക്കാം. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.